ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുക, നമുക്കറിയാം CSEBയുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളിൽ എത്തിയിട്ടുണ്ടാവും അല്ലേ? എന്താ? നമ്മൾ എക്സാം ഡേറ്റ് അല്ലേ? നമ്മൾ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് വന്നതോടുകൂടി തന്നെ നമ്മുടെ കുറച്ച് സംശയങ്ങളൊക്കെ അവിടെ വിരാമമായിട്ട് വേണം. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഇനി എത്ര ദിവസം വരെ നമുക്ക് പഠിക്കാനുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CSEBയുടെ എക്സാം നമുക്ക് വരാനുള്ള ഡേറ്റ് മനസ്സിലായി. ആ ഡേറ്റ് വരെ ഇന്ന് മുതൽ ആ ഡേറ്റ് വരെ നമ്മൾ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് നമ്മളതിൽ വർക്കൗട്ട് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന്. നമുക്കറിയാം CSEBയുടെ ഒരു എക്സാം എന്ന് പറയുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് അപ്പുറമായി വന്ന എക്സാം പോലെയല്ല ഈ വരുന്ന എക്സാം. പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ്, അതായത് PSCയുടെ മോഡൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇത്തവണ CSEB എക്സാം വരുന്നത്. നമുക്കറിയാം അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. മാർക്കിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ സ്കോറിൻ്റെ ഡിസ്ട്രിബ്യൂഷനും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കത് മനഃപ്പാടമായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് വലുതായിട്ട് കടക്കുന്നില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം, നമുക്ക് എക്സാം വന്നിരിക്കുന്ന ഡേറ്റ് ഓഗസ്റ്റ് 3 ആണ്. അപ്പോൾ ഓഗസ്റ്റ് 3 എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുന്നിൽ ഒരു 2 മാസക്കാലം നമ്മളെ മുന്നിൽ കറക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? 2 മാസക്കാലം എന്ന് വെച്ചാൽ നമ്മൾ മാസത്തിൻ്റെ കണക്കിലേക്ക് എടുക്കണ്ട, ദിവസങ്ങളുടെ കണക്കിലെടുക്കാം. 60 ദിവസം നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ഈ 60 ദിവസം നമ്മളെ മുന്നിലുണ്ടാകുമ്പോൾ ഈ 60 ദിവസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക? നമുക്കറിയാം പുതിയൊരു സ്ട്രാറ്റജി, അതായത് പുതിയ എക്സാം പാറ്റേൺ പ്രകാരം നമ്മൾ PYQs ഇനി എടുത്താൽ അത് എത്രത്തോളം പ്രയോജകമാണെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, പുതിയ രീതിയിൽ ഏരിയകൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് കൂടുതൽ പഠിച്ച് അവിടെ വരാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആലോചിച്ച് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഈ വരുന്ന എക്സാമിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം എന്താ, ഒരു മാറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ എക്സാമാണ്. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞാലേ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മളെ മുന്നിൽ 60 ദിവസമുണ്ട്. ഈ 60 ദിവസം നമ്മൾ ഓരോരോ ഏരിയയും കറക്റ്റായിട്ട് പഠിച്ചാൽ, അതായത് നമ്മൾ സാധാരണ പറയുമ്പോൾ ഓരോ മുക്കുന്നും മൂലയിൽ നിന്നും വരെ നമ്മൾ കണ്ടന്റുകൾ എടുത്ത് ആ കണ്ടന്റുകൾ കൃത്യമായ വണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ എക്സാമിൻ്റെ ഡേറ്റ് ഓഗസ്റ്റ് 3 ആണ്. ഞാൻ പറഞ്ഞു 60ഓളം ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഏതാണ്ട് 2 മാസക്കാലം. അപ്പോൾ ഇത്രയും ഒരു മാസക്കാലം അല്ലെങ്കിൽ ഇത്രയും ദിവസക്കാലം നമ്മളെ മുന്നിലുണ്ടായിട്ട് നമ്മളത് വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ എക്സാമിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പം മഴയുടെ കാലമാണ്. മഴയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, നെറ്റ്വർക്ക് ഇല്ലാത്ത ഇഷ്യൂ അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത ഇഷ്യൂ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ദിവസം നമ്മളെ പഠനം മുടങ്ങിപ്പോവാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക് എലമെൻറ്റ് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ CSEB എക്സാമിന് എന്ത് ചെയ്യുന്നത്, മുന്നിൽ നോക്കി കാണുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാമിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എങ്ങനെയൊക്കെയാണ് ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നീ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായി ഇവിടെ പറയാനുള്ളത് CSEBയുടെ ഒരു 60 ഡേ ക്രാഷ് ബാച്ചിനെ പറ്റിയാണ്. എന്താണ് ഈ 60 ഡേൻ്റെ ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത? അതായത് 60 ദിവസം നമുക്ക് മുന്നിൽ, ഞാൻ പറഞ്ഞു 60 ദിവസമാണ് നമ്മളെ മുന്നിലുള്ളത്. ആ 60 ദിവസം കൊണ്ട് നമുക്ക് CSEBയുടെ എക്സാമിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. എങ്ങനെ? സിലബസ് മൊത്തമായിട്ട് കവർ ചെയ്തുകൊണ്ടല്ലേ? സിലബസ് മൊത്തമായിട്ട് കവർ ചെയ്തുകൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഈ 60 ഡേ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റോ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതല്ലെങ്കിൽ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, നമുക്കിനി കുറച്ച് എക്സാമിൻ്റെ സിലബസിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സബ്ജക്റ്റിലേക്ക് നമുക്ക് പോകാം അല്ലേ? നമുക്കറിയാം സാധാരണഗതിയിൽ CSEBയുടെ എക്സാമിന് നമുക്കറിയാം, നമുക്ക് സാധാരണഗതിയിൽ സബ്ജക്റ്റുകളെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. ഏതൊക്കെയാണ് വരിക? ഇപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ്? ടോട്ടൽ 100 മാർക്കാണ് അല്ലേ? ടോട്ടൽ 100 മാർക്ക്. ടോട്ടൽ 100 മാർക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ബാങ്കിങ് എന്ന പേപ്പർ ഉണ്ട് അല്ലേ? നമ്മൾ ബാങ്കുകാരാണ്. അപ്പോൾ ബാങ്കിങ് നമുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. കൂടാതെ അക്കൗണ്ടൻസി എന്ന ടോപ്പിക് ഉണ്ട്, ബാങ്കിങ്ങും അക്കൗണ്ടൻസി. പിന്നെ കോഓപ്പറേഷൻ ആണ്, കോഓപ്പറേഷനും കോഓപ്പറേറ്റീവ് ലോയും. പിന്നെയുള്ള ഏതാണ്? ജനറൽ പേപ്പറായിട്ട് വരുന്ന മാത്സ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, പിന്നെ GK. അപ്പോൾ ഇത്രയും ഏരിയകളാണ് നമ്മളെ മുന്നിൽ നമുക്കുള്ളത് അല്ലേ? ഇത്ര ഏരിയകൾ നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ഇത്ര ഏരിയകൾ നമ്മളെ മുന്നിലുണ്ടാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാർക്കുകൾ നമ്മൾ പറഞ്ഞതാണ് ഇത്ര മാർക്ക് ഇതാണെന്നുള്ളത് അല്ലേ?
അപ്പോൾ ഈ മാർക്കുകൾ അനുബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 100 എന്ന സ്കോറിലേക്ക് എത്തുകയാണ് വേണ്ടത്. അതായത് ഇവിടെ ഓരോന്നിനും കൃത്യമായിട്ട് ഉള്ള ക്വസ്റ്റ്യനും മാർക്കും നമുക്കറിയാം അല്ലേ. ഇവിടെയാണെങ്കിൽ ബാങ്കിങ് അക്കൗണ്ടൻസ് ആണ് 20 വീതമാണ് അല്ലേ. ആ 20 വീതം ഉണ്ടാകുമ്പോൾ ഈ 20 മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രകാരം നിങ്ങൾ 100 മാർക്കിൽ മാക്സിമം എത്ര തന്നെ അടിക്കാൻ വിചാരിക്കണം, 100 തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അടിക്കാൻ വിചാരിക്കേണ്ടത് അല്ലേ. 100ൽ 100 തന്നെയാണ് നിങ്ങൾ മാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സ്കോർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് ഓരോരോ ഏരിയയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്ത കുറച്ച് ഫോക്കസ് ഏരിയകൾ ഉണ്ടായേക്കാം അല്ലേ. അതായത് നമുക്കറിയാം ജനറൽ ഏരിയ ആയിക്കോട്ടെ സബ്ജക്റ്റ് ഏരിയ ആയിക്കോട്ടെ, ഓരോ ഏരിയയും നമുക്ക് ചിലപ്പോൾ പിക്ക് ചെയ്ത ഏരിയകൾ ഉണ്ടാവാം. അപ്പോൾ ആ പിക്ക് ചെയ്ത ഏരിയയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കണം. എന്ന് വെച്ചാൽ മറ്റതൊക്കെ ഒഴിവാക്കണമെന്നല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളറിയാം ചിലപ്പോൾ ടൈം ടേബിൾ വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതായത് ഓരോ ദിവസം വെച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, വരച്ച് വെച്ച് ഇത്ര ദിവസം ഇത്ര മണിക്കൂർ വീതം ഇത്ര പേപ്പർ പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർ നമ്മളെ മുന്നിലുണ്ടാവും അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാത്തിനും ചിലപ്പോൾ ഒരേ രീതിയിലായിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരേ രീതിയിലായിരിക്കാം ഡേയും അതേപോലെ മണിക്കൂറുകളും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് മാറി ഈ ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കേണ്ട ഏരിയകൾ വന്നു കഴിഞ്ഞാൽ അതിനേക്ക് 1 മണിക്കൂർ കൂടുതലോ അല്ലെങ്കിൽ 1 ദിവസം കൂടുതലോ നമ്മൾ എന്ത് ചെയ്യുക, കൊടുത്തുകൊണ്ട് പഠിക്കുക. അത്ര മാത്രമേ ചെയ്യേണ്ടൂ, വേറെ ഒന്നും ചെയ്യണ്ട. അതായത് ഞാൻ പറഞ്ഞു ഈ ഒരു ഏരിയക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ 2 മണിക്കൂർ കൂടുതലിടുക അല്ലെങ്കിലോ 1 ദിവസം കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ആ ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും അല്ലേ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ അടുത്ത് വന്ന എന്തെങ്കിലും മാറ്റങ്ങളോ മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ കണക്കാക്കണം. അപ്പോൾ ഇത്ര ഏരിയകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാമിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ ആ ടൈം ടേബിൾ കൃത്യമായി മുന്നോട്ട് പോവുക. ഇതേപോലെ ചില ഏരിയകൾ, അതായത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ കുറച്ചുകൂടി ദിവസങ്ങളോ അല്ലെങ്കിൽ കുറച്ചുകൂടി മണിക്കൂറുകളോ നമ്മൾ കൂട്ടി വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും അല്ലേ. ഇതാണ് നമുക്ക് ഈ ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 60 ഡേയുടെ ബാച്ചിൻ്റെ കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കാം. 60 ദിവസം കൊണ്ട് കൃത്യമായ സിലബസുകൾ മുൻനിർത്തിക്കൊണ്ട് ഏതൊക്കെയാണോ ഏരിയകൾ, ഫോക്കസ് ഏരിയ ഏതാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് മുൻനിർത്തി പോകേണ്ടത് എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ 60 ഡേയുടെ ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം എന്താ, ഇപ്പോൾ നമുക്ക് ആദ്യം മുതലുള്ള സ്ട്രാറ്റജിയാണ് ഏറ്റവും നല്ലത്. കാരണം എല്ലായിടത്തും നമ്മൾ ഡീപ്പായിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ പഠിക്കുന്നവർക്കും അതായത് പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതാണ് ഞങ്ങളുടെ പുതിയ 60 ഡേ ബാച്ചിൻ്റെ ഒരു പുതിയ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺടാക്ട് നമ്പറിൽ എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. അതുമല്ലെങ്കിൽ താഴെ ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സംശയങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ ആരും മടിച്ചു നിൽക്കേണ്ട. നമുക്ക് ദിവസങ്ങൾ എത്രയേ ഉള്ളൂ, 60 ദിവസമേ ഉള്ളൂ, 2 മാസം സമയം അല്ലേ. ആ മാസം കൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങളുടെ എഫേർട്ടിലാണ് നിങ്ങളുടെ വിജയമുള്ളത് എന്ന് മനസ്സിലായിക്കൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി വരുന്ന സമയത്ത് ഒരു സഹകരണ മേഖലയിൽ ജോലിക്ക് അല്ലെങ്കിൽ ജോലിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നുകൊണ്ട് വരാൻ പോകുന്ന കുട്ടികൾക്ക് അതൊരു മോട്ടിവേഷൻ കൂടിയായി തീരട്ടെ നിങ്ങളുടെ ഈ ഒരു പഠനം എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.